ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ എന്നല്ലി ചെയ്ത യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ഉപദേശങ്ങളാണ് നാം ശ്രദ്ധിച്ചു വരുന്നത്. തുടർന്ന് ചില ഉപദേശങ്ങൾ കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. എഫീസ് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുകയും. പിതാക്കന്മാരോടുള്ള ഒരു കൽപ്പനയായിട്ടാണ് ഇതിരിക്കുന്നത്. കുടുംബത്തിൻ്റെ നാഥൻ പിതാവാണ് എന്നതിനാൽ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ മക്കളെ വളർത്തുന്നതിന് അമ്മമാർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട് എന്നത് മറക്കരുത്. പിതാക്കന്മാരോട് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. മക്കളെ കോപിപ്പിക്കരുത്. പല ദുസ്വഭാവങ്ങളും മക്കളിൽ വിത്ത് പാകുന്നത് മാതാപിതാക്കളായിരിക്കും. മക്കളോടുള്ള നമ്മുടെ സമീപനത്തെ നാം വിലയിരുത്തുകയാണെങ്കിൽ, അത് ബുദ്ധിയോടെ പരിജ്ഞാനത്തോടെ ചെയ്യുകയാണെങ്കിൽ, തെറ്റായ സ്വഭാവങ്ങളുടെ വിത്ത് മക്കളിൽ പാകാതിരിക്കുവാൻ നമുക്ക് സാധ്യമാണ്. തീർച്ചയായിട്ടും പാപം നിറഞ്ഞ ലോകത്തിലാണ് മക്കൾ വളരുന്നത്. പാപം ഒപ്പിയെടുത്തുകൊണ്ടാണ് വളരുന്നത്. എങ്കിൽ പോലും അവരെ നേരായ പാതയിൽ നടത്തുവാൻ അമ്മയപ്പന്മാർക്ക് സാധ്യമാണ്. അതുകൊണ്ട് അവരിലേക്ക് നല്ല സ്വഭാവങ്ങളുടെ വിത്തുകൾ പാകുക, തെറ്റായ സ്വഭാവങ്ങളുടെ വിത്തുകൾ പാകരുത്. അവരോട് കോപത്തോടുകൂടെ എപ്പോഴും സംസാരിച്ചെന്നാൽ അവർ കോപിക്കാൻ തനിയെ പഠിക്കും. എപ്പോഴും കണ്ണുരുട്ടി കാണിച്ചെന്നാൽ കുഞ്ഞ് തിരിച്ച് കണ്ണുരുട്ടി കാണിക്കും. അവനറിയത്തില്ല, അത് ചെയ്യുന്നത് തെറ്റാണ് എന്നറിയത്തില്ല. അവൾ എന്ത് നാം ചെയ്തെന്നാലും അതൊക്കെ തിരിച്ചു ചെയ്യുന്ന ഒരു പ്രകൃതമാണ്, ഒരു ബാല്യാവസ്ഥയിലുള്ള പ്രകൃതം. അതോടെ കോപിക്കാതെ, എല്ലാത്തിനും കോപിക്കരുത്. കുഞ്ഞിനോട് സൗമ്യമായി ഇടപെടുക, സ്നേഹത്തോടുകൂടി ഇടപെടുക. പലരും വിചാരിക്കുന്നത് സ്നേഹത്തോടുകൂടി ഇടപെട്ടെന്നാൽ കുഞ്ഞ് തങ്ങളെ അനുസരിക്കത്തില്ല. അതുകൊണ്ട് കോപിച്ച് കണ്ണുരുട്ടി കാണിച്ച് ഒക്കെ ഭയപ്പെടുത്തി അനുസരിപ്പിക്കാനായിട്ട് നോക്കും. അത് തെറ്റാണ്. ഭയപ്പെടുത്തിയല്ല ചെയ്യേണ്ടത്. സ്നേഹത്തിൽ കൂടെ തന്നെ കുഞ്ഞിനതെല്ലാം പറഞ്ഞു കൊടുത്ത് തെറ്റുകളെ അതിജീവിക്കുവാനുള്ള പ്രാപ്തിയിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് വേണ്ടത്. എന്നാൽ കോപിപ്പിക്കരുത്. ഓരോ കുട്ടിയുടെയും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ റിബലിയസ് ആകുവാൻ, അഥവാ എല്ലാം മത്സരബുദ്ധിയുള്ളവളാകുവാൻ ഒരു പ്രവണത എല്ലാവരിലുമുണ്ട്. പ്രത്യേകിച്ച് ടീനേജേഴ്സ്, കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ എല്ലാത്തിനോടും പ്രതികരിക്കുവാൻ, തർക്കുത്തരം പറയാൻ, മത്സരിക്കാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി കുട്ടികളിലുണ്ട്. അപ്പോൾ വളർച്ചയുടെ ഘട്ടങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ്റെ അപ്പനും അമ്മയും അവനെല്ലാമാണ്. പക്ഷെ സ്കൂളിൽ പോകുവാൻ തുടങ്ങുമ്പോൾ അവൻ കൂട്ടുകാരുടെ കൂടെ കൂടിത്തുടങ്ങുന്നു. അവൻ്റെ ടീച്ചറിനെ അവൻ കാണുന്നു. ചിലപ്പോൾ സ്കൂളിൽ പോകുവാൻ തുടങ്ങുന്ന കുട്ടിക്ക് ടീച്ചറെല്ലാം ആകുന്ന ഒരവസ്ഥയുണ്ടാകും. ടീച്ചർ പറഞ്ഞു, അപ്പനും അമ്മയും പറഞ്ഞാലും സമ്മതിക്കത്തില്ല, ടീച്ചർ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ കൂട്ടുകാരോട് ഇടപെട്ട് എല്ലാവരെയും കുറ്റം പറയാനും ടീച്ചറിനെ പോലും കുറ്റം പറയാനും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ അവനെല്ലാം കൂട്ടുകാരായിരിക്കും. എൻ്റെ കൂട്ടുകാരിങ്ങനെ പറഞ്ഞു, കൂട്ടുകാർ പറയുന്നതിനായിരിക്കും വില കൽപ്പിക്കുന്നത്. അപ്പോൾ വളർച്ചയുടെ ഘട്ടങ്ങൾ അനുസരിച്ച് സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരികയാണ്. അവൻ മോഡലായി സ്വീകരിക്കുന്ന വ്യക്തികൾ മാറ്റപ്പെടുകയാണ്. സിനിമയൊക്കെ കണ്ടു തുടങ്ങി, ആസ്വദിച്ചു തുടങ്ങി, അതിൻ്റെ ചരിത്രങ്ങൾ കൂട്ടുകാരും ഒപ്പത്ത് പറഞ്ഞു തുടങ്ങുന്ന ഒരു
കുട്ടിയുടെ ഹൃദയത്തിൽ മുഴുവൻ സിനിമാ നടനായിരിക്കും തെളിഞ്ഞു നിൽക്കുന്നത്. അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും തലത്തിലുള്ള വ്യക്തികളെയൊക്കെ മോഡലായി സ്വീകരിക്കുന്ന പ്രവണത കുട്ടികൾ വളരുന്നു. എന്നാൽ മാതാപിതാക്കൾക്ക് അതിനൊക്കെ മുമ്പ് തന്നെ ദൈവത്തെ അവരുടെ മോഡലാക്കുവാൻ, യേശുവിനെ അവരുടെ മോഡലാക്കുവാൻ, എല്ലാവറ്റിനും എല്ലാമായി ദൈവത്തെ അവർ കാണുവാൻ തക്കവണ്ണം അവരെ ആ പാതയിലേക്ക് കരം പിടിച്ച് നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വളർച്ചയുടെ ഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങൾക്ക്, പ്രവണതകൾക്കും അവരെ അടിമയാകും എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിപൂർവം പരിജ്ഞാനത്തോടുകൂടെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ അവർക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് ഇടപെടുവാൻ മാതാപിതാക്കൾ പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ ഇവിടെ എഴുതിയിരിക്കുന്നു, മക്കളെ കോപിപ്പിക്കരുത്. കോപം ഉണ്ടായാൽ തെറ്റുകൾ ചെയ്യുവാനുള്ള പ്രവണത കൂടും. കോപിക്കുമ്പോൾ അനുസരണക്കേട് കാണിക്കുവാൻ, കോപം വരുമ്പോൾ എന്തെങ്കിലും ഉടച്ച് നശിപ്പിക്കാൻ, അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യണമെന്നുള്ള നിർബന്ധം ഉണ്ടാകാനൊക്കെ കാരണമാകും. അതുകൊണ്ട് കോപിപ്പിക്കരുത്. അവരോട് സൗമ്യമായി ഇടപെടുവാൻ നമുക്ക് കഴിഞ്ഞാൽ അവരെ സൗമ്യതയിൽ മനസ്സിലാക്കുവാൻ, സൗമ്യതയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ നമുക്കിടയാവും. അവിടെ അവരെ കോപിപ്പിക്കരുതോ എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നു. 2 അവിടെ പറയുന്നത് അവരെ കർത്താവിൻ്റെ ബാലശിക്ഷയിൽ വളർത്തണം. കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാം. സാധാരണ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത് അവർക്ക് കോപം വരുമ്പോഴാണ്. എത്രയാണ് അവർ ശിക്ഷിക്കുന്നത്? അവരുടെ കോപം കെട്ടടങ്ങുന്നത് വരെ അവർ ശിക്ഷിക്കും. അടിക്കുകയാണെങ്കിൽ കോപം കെട്ടടങ്ങുന്നതാണ് അതിന് കണക്ക്. പക്ഷെ ശിക്ഷയുടെ മാനദണ്ഡം അതായിരിക്കരുത്. ശിക്ഷിക്കുന്നതിന് വേണ്ടി കോപം വരണമെന്നില്ല. അലറിക്കൂവി കണ്ണുരുട്ടി കാണിച്ച് ഒരു കൊലയാളിയെ പോലെ വെല്ലുവിളിച്ച് ഒന്നും മക്കളെ ശിക്ഷിക്കേണ്ട കാര്യമില്ല. അതൊക്കെ തെറ്റിലേക്ക് മാത്രമേ അവരെ നടത്തൂ. എന്നാൽ കർത്താവിൻ്റെ ബാലശിക്ഷ, സ്വന്തം അപ്പൻ തൻ്റെ മകനെ എൻ്റെ മകൻ, എൻ്റെ മകൾ എന്ന് കണ്ടുകൊണ്ട് അവൻ്റെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നന്മയുടെ പാതയിലേക്ക് തിരിച്ചുവിടേണ്ടതിന് കൊടുക്കുന്ന ശിക്ഷയാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ബാലശിക്ഷ എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളോട് ഇടപെടുന്നത് പോലെ കർത്താവ് നമ്മെയും ബാലശിക്ഷയ്ക്ക് വിധേയപ്പെടുത്താറുണ്ട്. പക്ഷെ ആ ബാലശിക്ഷയിലെല്ലാം ദൈവത്തിൻ്റെ സ്നേഹമാണ് പ്രതിഫലിക്കുന്നത്. ദൈവത്തിന് നമ്മളോടുള്ള കരുണയും ആർദ്രതയുമാണ് പ്രതിഫലിക്കുന്നത്. അതെല്ലാം നമ്മുടെ നന്മ മാത്രം ലാക്കാക്കിക്കൊണ്ടാണ്. എബ്രായ ലേഖനത്തിൽ അതേക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ കർത്താവ് തരുന്ന ബാലശിക്ഷയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അതിന് 9-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കും. ദൈവം ശിക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിനാണ്. നമ്മുടെ സ്വഭാവ രൂപീകരണമാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. ഏറ്റവും നല്ല സ്വഭാവം അവൻ്റെ വിശുദ്ധി ഒപ്പിയെടുത്തുകൊണ്ട് നാം ആയിത്തീരുക. അത് ആ പ്രായത്തിലെത്തുവോളം, ആ സ്വഭാവ രൂപീകരണം നമ്മൾ നടക്കുവോളം അവൻ്റെ ബാലശിക്ഷ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെക്കുറിച്ച് എനിക്ക് വിവരിക്കുവാൻ സമയം പോരാ. എന്നാൽ നമ്മുടെ മക്കളെ നമ്മൾ ശിക്ഷിക്കുമ്പോൾ അത് കുറേ കാലത്തേക്കാണ് ശിക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തിരിച്ച് തല്ലാൻ പറ്റത്തില്ലാത്ത പ്രായം വരെയാണ് സാധാരണ മാതാപിതാക്കൾ ശിക്ഷിക്കുന്നത്. ഒരു പ്രായം വരും, അപ്പൻ വടിയെടുക്കുന്നതായ സമയത്ത് മകൻ കയർത്ത് സംസാരിക്കും. പന്തികേടാണ് എന്ന് തോന്നുമ്പോൾ ശിക്ഷ നിർത്തും. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ശിക്ഷിച്ചതായ ശിക്ഷ കൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല, യാതൊരു സ്വഭാവ രൂപീകരണവും ആ കുട്ടിയിൽ സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ തല്ലിതെല്ലാം വ്യർത്ഥമാണ്. മറിച്ച് അപ്പനോടുള്ള കുറച്ച് വിരോധം, കുറച്ച് അകൽച്ചകൾ അത് സൃഷ്ടിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. അതെവിടെയാണ് തെറ്റിപ്പോയത്? ശിക്ഷയിൽ എവിടെയോ പാകപ്പിഴ സംഭവിച്ചു. കർത്താവിൻ്റെ ബാലശിക്ഷയായിരിക്കണം. അത് ദൈവഭയത്തോടുകൂടെ
ദൈവസ്നേഹം പകർന്നുകൊണ്ടുള്ള ശിക്ഷയായിരിക്കണം. അത് ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ലക്ഷ്യമാക്കിയുള്ളതായിരിക്കണം. ദൈവത്തിൻ്റെ വഴിയിൽ ആ കുട്ടി നടക്കുന്നത് ലക്ഷ്യമാക്കിയുള്ളതായിരിക്കണം. അങ്ങനെ ശിക്ഷിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, ശിക്ഷിക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ വിലയിരുത്തുക. എന്തിനാണ് ഞാൻ ശിക്ഷിക്കാൻ പോകുന്നത്? എൻ്റെ ദേഷ്യം തീർക്കാനാണോ? എൻ്റെ അരിശം മുഴുവൻ തീർക്കാനാണോ? എങ്കിൽ അരുത്. ആ കുട്ടിയുടെ നന്മയാണോ ഉദ്ദേശിക്കുന്നത്? നിന്റെ മക്കളുടെ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിന്തിക്കുക, ആ കുട്ടിയെ എങ്ങനെ ശിക്ഷ കൊടുത്തെന്നാൽ ആ കുട്ടിക്ക് അത് ബോധ്യമാകും. പലരും അടിക്കരുതാത്തതുപോലെ കുട്ടികളെ അടിക്കാറുണ്ട്. ചാട്ടവാറുകൾ കൊണ്ട് അടിക്കുന്നത്, ബൽറ്റൂരി അടിക്കുന്നവരുണ്ട്. കോപം മൂത്ത് സൈക്കിളിൻ്റെ ചെയിൻ എടുത്ത് അടിക്കുന്നവരുണ്ട്. എന്തെങ്കിലുമൊക്കെ ചൂട് പിടിപ്പിച്ച് പഴുപ്പിച്ച് തുടയിൽ വെച്ച് പൊള്ളിക്കുന്നവരുണ്ട്. മൃഗീയമായിരിക്കുന്ന നിലയിൽ പെരുമാറും. അതൊരിക്കലും ഭൂഷണമല്ല, അതൊരിക്കലും ഒരു പിതാവിന് ചേർന്നതല്ല, അതൊരൊന്നും ബാലശിക്ഷയല്ല. ബാലശിക്ഷ തൻ്റെ മകനെ തൻ്റെ മകനായി കണ്ടുകൊണ്ട് സ്നേഹത്തോടെ കൊടുക്കുന്ന ഉപദേശവും അതിനോട് ചേർന്നുള്ള ശിക്ഷയുമാണ്. ആ ബാലശിക്ഷയെക്കുറിച്ച് സദൃശവാക്യത്തിൽ പറയുന്നു. ബാലശിക്ഷയ്ക്ക് വേണ്ടി വടി ഉപയോഗിക്കാം. സദൃശവാക്യം 19:18 നാം ഇങ്ങനെ വായിക്കുന്നു: പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കാം, എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്. ശിക്ഷിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ റെസ്പോൺസ് എന്താണെന്ന് മനസ്സിലാക്കണം. അവൻ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്? ഞാൻ ശിക്ഷിക്കുന്നതിൻ്റെ ഫലം അതിന് ചെയ്യുന്നുണ്ടോ? ഫലം നൽകുന്നുണ്ടോ? ഫലപ്രാപ്തിയിൽ അതെത്തുന്നുണ്ടോ? അല്ലെങ്കിൽ വെറുതെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല. അവൻ്റെ പ്രത്യാശയുള്ളിടത്തോളം, അവൻ്റെ സ്വഭാവ രൂപീകരണം, അവൻ്റെ നന്മ നിനക്ക് പ്രത്യാശിക്കാൻ കഴിയുന്നിടത്തോളം, അതുണ്ടാകും എന്ന് മനസ്സിലാകുന്നിടത്തോളം കുട്ടിയെ ശിക്ഷിക്കുക. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു, കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്. മൃഗീയമായ നിലയിൽ കോപപ്രകടനങ്ങൾ നടത്തരുത്, അലറരുത്, ആകെപ്പാട്ട പരിഭ്രാന്തി കാണിച്ച് കുഞ്ഞിനെ ഭയപ്പെടുത്തരുത്. പക്ഷേ അപ്പോഴും സ്നേഹം പ്രതിഫലിക്കണം, അപ്പോഴും കുഞ്ഞിനുള്ള കരുണ പ്രതിഫലിക്കണം, അപ്പോഴും കുഞ്ഞിനുള്ള വാത്സല്യം പ്രതിഫലിക്കണം. വീണ്ടും നാം വായിക്കുന്നു സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടികൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകയില്ല. നോക്കട്ടെ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ച് വടികൊണ്ട് അടി കൊടുക്കാതെയും ഇരിക്കരുത് എന്നാണ് പറയുന്നത്. ചിലർക്ക് പറ്റുന്ന അബദ്ധം അതായിരിക്കും. ചിലർ ശിക്ഷിക്കേണ്ടതിലധികം ശിക്ഷിക്കുന്നു, ചിലർ ഒട്ടുമേ ശിക്ഷ കൊടുക്കുന്നില്ല. ഒരു വടി കൊണ്ട് അടിച്ചുപോലും നോവിക്കുന്നില്ല. അയ്യോ, എൻ്റെ കുഞ്ഞിന് നോവും എന്നുള്ളത്. അത് കുഞ്ഞിനുള്ള വാത്സല്യമല്ല, അത് കുഞ്ഞിനുള്ള സ്നേഹമല്ല. തെറ്റ് ചെയ്തെന്നാൽ ആ തെറ്റിൻ്റെ കുറിച്ചുള്ള ബോധ്യം നിലനിൽക്കേണ്ടതിനാണ്, ആ ബോധ്യം ഉണ്ടാകേണ്ടതിനാണ് കുഞ്ഞിന് ശിക്ഷ കൊടുക്കണം. അതുകൊണ്ട് വടി എടുത്ത് അടിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും അടിക്കുക എന്നുള്ളതല്ല. തലയിലൊക്കെ അടിക്കരുത്, അവിടെയും ഇവിടെ അടിക്കരുത്. വടി എടുത്ത് കുട്ടിയെ തുടയിൽ അടിക്കുക, അതല്ലെങ്കിൽ കൈയുടെ വെള്ളയിൽ അടിക്കുക. അതുകൊണ്ട് ആ കുട്ടി യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. ആ ലഭിക്കുന്നതായിരിക്കുന്ന വേദന ആ കുട്ടിക്ക് തെറ്റിൽ നിന്ന് തന്നെ തിരുത്തുവാൻ കാരണമായി തീരും. അവിടെ എഴുതിയിരിക്കുന്നു, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടികൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കുന്നു. അതാണ് ബാലശിക്ഷയുടെ പ്രയോജനം. വടികൊണ്ടടിക്കുന്നത് കൊണ്ട് നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. അഥവാ അവൻ വഴിതെറ്റിപ്പോയാൽ അവൻ പാതാളത്തിലേക്കാണ് പോകുന്നത്, നാശത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് കുട്ടിയുടെ നിത്യജീവൻ പോലും ലാക്കാക്കി, അവൻ ആത്യന്തികമായ നന്മ ലാക്കാക്കി. ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവൻ നല്ല കുട്ടിയാകണം,
നല്ല ഒരു മനുഷ്യനാകണം, നല്ലൊരു ഭാവി ഉണ്ടാകണം, അതിലാക്കി അതിനപ്പുറത്ത് അവൻ നിത്യജീവനെ പ്രാപിക്കണം, ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവൻ കാണപ്പെടണം. ഇത് ലക്ഷ്യമാക്കിയാണ് കുട്ടിയെ ശിക്ഷിക്കുന്നത്. അപ്പോൾ ശിക്ഷയുടെ പിന്നിൽ ഉന്നതമായ ഒരു ലക്ഷ്യമുണ്ട്, മേത്തരമായ ഒരു ലക്ഷ്യമുണ്ട്, ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യമാണ്. അത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവകൃപയിലും പരിജ്ഞാനത്തിലും, ദൈവം തരുന്ന ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും ആശ്രയിച്ചുകൊണ്ട് ആണ് ആ ശിക്ഷ കൊടുക്കുന്നത്. അപ്പോഴാണത് കർത്താവിൻ്റെ ബാലശിക്ഷ ആകുന്നത്. അങ്ങനെ ശിക്ഷിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ കുട്ടികളെ ആരും കാണാതെ ശിക്ഷിക്കണം. നാട്ടുകാരുടെ എല്ലാം മുമ്പിലിട്ടല്ല അടിക്കേണ്ടത്, വീട്ടുകാരുടെ എല്ലാവരുടെ മുമ്പിൽ, വന്നിരിക്കുന്ന അതിഥികളുടെ എല്ലാം മുമ്പിലിട്ടല്ല കുട്ടി അടിക്കേണ്ടത്. അങ്ങനെ അടിച്ചെന്നാൽ അത് ഇൻസൾട്ടാകും, ആ കുട്ടിയെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അവരിൽ ആ മുറിവുകൾ കിടക്കും, ആ വേദന കിടക്കും. അതുപോലെ ദേഷ്യം വരുന്നതെല്ലാം ശകാരിച്ചുകൊണ്ട്, ആവശ്യമില്ലാത്ത എല്ലാം പറഞ്ഞ് മുറിപ്പെടുത്തിയല്ല കുഞ്ഞിനെ അടിക്കേണ്ടത്, വാത്സല്യം പ്രതിഫലിപ്പിച്ചു. അപ്പോൾ അടിക്കണമെന്നുള്ളപ്പോൾ മുറിക്കകത്ത് കൊണ്ടുപോകുക. നിങ്ങളും നിങ്ങളുടെ മകനും മക്കളും മാത്രമായിരിക്കുക. അപ്പോൾ ആരും കാണാതെ ആ കുട്ടിയെ ശിക്ഷിക്കുക. മൂന്നാമത്, ആ കുട്ടിയെ നിങ്ങൾ ശിക്ഷിക്കുമ്പോൾ ആ കുട്ടിയെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ആ തെറ്റ് ബോധ്യമാക്കണം. ഇന്ന തെറ്റ് നീ ചെയ്തു, അതുകൊണ്ട് ഇന്ന ദോഷങ്ങളുണ്ട്, നീ ഇനിയും അത് ചെയ്താൽ, ആവർത്തിച്ചാൽ കുഞ്ഞെ ഇന്ന നിലകളിൽ നിനക്കത് ദോഷമായി തീരും, നിനക്കത് നാശകാരണമായി തീരും. ഈ തെറ്റ് അത് ചെയ്യാൻ പാടില്ല, നീ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി ആ കുട്ടിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം, ഇത് തെറ്റല്ലേ. അപ്പോൾ ആ കുട്ടി തന്നെ സമ്മതിക്കും, അതെ തെറ്റിപ്പോയി, ഇനി നീ ചെയ്യുമോ? ഇനി ചെയ്യില്ല. എന്നാൽ നീ ചെയ്തതിന് ശിക്ഷ വേണം. നീ ഒരു തെറ്റ് ചെയ്തെന്നാൽ അതിന് ശിക്ഷ വേണ്ടയോ? ഈ വേദപുസ്തകത്തിലെ വചനങ്ങൾ ആ കുട്ടിയെ വായിച്ച് കേൾപ്പിക്കണം. നോക്കിക്കേ, ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മോനെ നീ വടി കൊണ്ട് അടിച്ചെന്നാൽ നീ ചത്തുപോകത്തില്ല, വടി കൊണ്ട് അടിച്ചെന്നാൽ നിന്റെ പ്രാണനെ പാതാളത്തിൽ നീ രക്ഷിക്കുകയാണ്. അവിടെ കുഞ്ഞെ നിനക്കിത് ഓർമ്മ നിൽക്കുവാൻ, നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അതിന് ശിക്ഷ നിനക്ക് കിട്ടി എന്നത് ഓർമ്മ നിൽക്കുവാൻ. അപ്പോൾ ആ ശിക്ഷ നീ അനുഭവിക്കുന്നത് കൊണ്ട് ആ കുറ്റബോധം നിന്നിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് അത് ഓർമ്മ നിൽക്കുവാൻ നിനക്ക് ഞാൻ ശിക്ഷ തരികയാണ് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തി ശിക്ഷിക്കുക. അങ്ങനെ നിങ്ങൾ ശിക്ഷിക്കുമ്പോൾ ഞാൻ പറയുന്നു, ആ കുഞ്ഞ് ഒരിക്കലും നിങ്ങളോട് വിരോധം സൂക്ഷിക്കത്തില്ല, മുറിവുകൾ സൂക്ഷിക്കത്തില്ല. എന്നാൽ അതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കുഞ്ഞിൻ്റെ അടുക്കൽ പോകാം. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ അടിച്ചപ്പോൾ അടിയുടെ വേദന കൊണ്ട് കുഞ്ഞ് കുറേ നേരം കരഞ്ഞു നിലയ്ക്കട്ടെ. ഒരു സമയത്തേക്ക് ഒരു പക്ഷെങ്കിൽ പണങ്ങി മുഖം വീർപ്പിച്ച് ആ കുഞ്ഞ് മാറിയിരുന്നു എന്ന് വിചാരിക്കുക. എന്നാൽ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ അടുക്കൽ പോകാം. കുഞ്ഞിനെ പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് ലാളിക്കാം, സ്നേഹവാത്സല്യങ്ങൾ പകർന്നു കൊടുക്കാം, മുത്തങ്ങൾ കൊടുക്കാം, അവനെ മാർവോട് അണയ്ക്കാം, അവനെ ആശ്വസിപ്പിക്കാം. അതിനുശേഷം ആ കുഞ്ഞിനോട് ചോദിക്കാം, മോനെ പപ്പായോട് വിരോധമുണ്ടോ, മമ്മിയോട് വിരോധമുണ്ടോ? ആ കുഞ്ഞ് തീർച്ചയായും പറയും ഇല്ല. അവന് എന്തെങ്കിലും മുറിവുകൾ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവുകൾ അങ്ങനെ നിങ്ങൾ സ്നേഹം പകർന്നുകൊണ്ട് ആ മുറിവുകളെ നിങ്ങൾക്ക് അത് സുഖമാക്കുവാൻ കഴിയും, ആ മുറിവുകളെ ഒപ്പിയെടുത്ത് കളയുവാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ളവരായി, മാനസികമായി ആരോഗ്യമുള്ളവരായി, തെറ്റ് നിന്ന് ജയിക്കാൻ ശക്തി പ്രാപിച്ചവരായി, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാനുള്ള ആത്മശക്തി പ്രാപിച്ചവരായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുവാൻ തക്കണമിടയാം. ഈ നിലകളിൽ ബാലശിക്ഷയിൽ, കർത്താവിൻ്റെ ബാലശിക്ഷയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തുവാനായിട്ട് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. ഏത് നിലയിലാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഇടപെടുന്നത് അത് അവരെ സംബന്ധിച്ച് ഒരു മാതൃകയാണ്. ഇതേ നിലയിലായിരിക്കും നാളെ അവരവരുടെ മക്കളോട് ഇടപെടുവാൻ സാധ്യതയുള്ളത്. അപ്പോൾ മാന്യമായ നിലയിൽ ദൈവവചനത്തിനനുസൃതമായി നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങൾ അവരുടെ മുമ്പിൽ ഒരു ഹീറോ ആയി മാറുകയാണ്, നിങ്ങൾ അവരുടെ മുമ്പിൽ ഒരു മോഡലായി മാറുകയാണ്. നോക്കണം, ആ പിതാവിനെ, ആ മാതാവിനെ ആ മക്കൾക്ക് ഒരിക്കലും മറക്കുവാൻ സാധ്യമല്ല. എന്നും ആരെക്കാളും ശ്രേഷ്ഠരായി അവർക്ക് അവരുടെ പിതാവ്, അവരുടെ മാതാവ് നിലനിൽക്കും. ആ മാതാവിനോടുള്ള, പിതാവിനോടുള്ള ബഹുമാനം അവരിൽ നിന്ന് മായ്ച്ചു കളയാനേ സാധ്യമല്ല. അത്രമാത്രം ബഹുമാനമായിരിക്കും അവർക്ക് ആ മാതാപിതാക്കളോടുള്ളത്.
ഞാൻ പറയുന്നു, കുഞ്ഞുങ്ങൾ ഈ നിലയിൽ നിങ്ങളെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ അവരെപ്പോഴും നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും. അപ്പോഴാണ് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള കൽപ്പന പ്രമാണിക്കാൻ തക്കവണ്ണം അവർക്ക് കഴിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാനുള്ള മാനസികമായ ഒരുക്കത്തിലേക്ക് അവരെ നയിക്കേണ്ടത് മാതാപിതാക്കളാണ്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അടിച്ചേൽപ്പിച്ചാൽ പോരാ, അങ്ങനെ ചെയ്യാൻ തക്കവണ്ണം അവരുടെ മനസ്സിനെ ഒരുക്കിയെടുക്കുവാൻ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അവർ ബാലശിക്ഷയിലൂടെ അവരെ നടത്തുന്നത് കൊണ്ട് അവർക്ക് മനസ്സിലാകുന്നു, എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് എങ്ങനെയാണ് ഞാൻ തെറ്റിപ്പോകാതെ എന്നെ കാത്തത്. അതവർക്ക് മനസ്സിലാകും തോറും മാതാപിതാക്കളുള്ള നന്ദി വർദ്ധിച്ചു വരുന്നു, സ്നേഹം വർദ്ധിച്ചു വരുന്നു, ബഹുമാനം വർദ്ധിച്ചു വരുന്നു. അപ്പോൾ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ വചനം അവർക്ക് അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. അതവരുടെ അനുഗ്രഹത്തിന് കാരണമാകുന്നു, ദീർഘായുസ്സിന് കാരണമാകുന്നു. ദൈവവചനം പറയുന്നത് തുടർന്നുള്ള ആ കുട്ടിയുടെ സകല അനുഗ്രഹത്തിനും അതൊരു ഘടകമാകുകയാണ്, അതൊരു അടിസ്ഥാനമാകുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ ഏറ്റവും നല്ല ഒരു ഭാവി, അനുഗ്രഹത്തിനുള്ള ആ പാന്താവിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധ്യമാണ്. അത് നിങ്ങൾ ഇന്ന് കുട്ടികളോട് ഇടപെടുന്നത് എങ്ങനെയോ അതനുസരിച്ചാണ് ആ കാര്യത്തിൽ അവരുടെ വളർച്ചയിരിക്കുന്നത്, അതനുസരിച്ചാണ് അവർ ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. അത് അവരൊപ്പിയെടുത്താണ് അവർ വളരാനായിട്ട് പോകുന്നത്. നിങ്ങൾ നിങ്ങൾ വാർദ്ധക്യത്തിലാകുമ്പോഴും ഈ കുഞ്ഞുങ്ങൾ നിങ്ങളെ ശുശ്രൂഷിക്കും. നിങ്ങളെ ഒരിക്കലും അവരിട്ടിട്ട് പോകത്തില്ല. നിങ്ങൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷവും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും അവരുടെ ഹൃദയത്തിനകത്ത് ഉന്മേഷം കൊടുക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, നാളെ അവരവരുടെ മക്കളെ നിങ്ങൾ കാണിച്ചു കൊടുത്ത അതേ മാതൃക പ്രകാരം വളർത്തുമ്പോൾ നിങ്ങൾ നീണ്ടു കിടക്കുന്ന ഒരു തലമുറയ്ക്കാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ദൈവം ഓരോ വ്യക്തിയെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് കുറഞ്ഞത് 1000 തലമുറ വരെ നിലനിൽക്കുന്ന ഒരു അടിസ്ഥാനം ഇടുവാനാണ്. കാരണം ദൈവം പറയുന്നു, അവൻ്റെ വചനം നാം അനുസരിച്ചെന്നാൽ 1000 തലമുറ വരെ അവൻ ദയ കാണിക്കുന്ന ദൈവമാണ്. അപ്പോൾ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക പിൻപറ്റി ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചതായിരിക്കുന്ന അനുഗ്രഹം ഒപ്പിയെടുത്തുകൊണ്ട് അവർ ദൈവത്തോട് കൂടുതൽ അടുത്ത് പിന്നെയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ഒപ്പിയെടുത്ത് അങ്ങനെ തലമുറകൾ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, അനുഗ്രഹത്തിൽ നിന്ന് പിന്നെയും അനുഗ്രഹത്തിലേക്ക് അങ്ങനെ നടത്തപ്പെടുന്ന ഒരു തലമുറയായി തീരും. ദൈവം ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് അധപ്പതിക്കുന്ന ഒരു തലമുറയല്ല, അധോഗതിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു തലമുറയല്ല. അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, ഇനിയും അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് വളരുന്ന തലമുറയ്ക്ക് അടിസ്ഥാനമിടുവാൻ ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. എന്താണ് നാം ചെയ്യേണ്ടത്? ഈ ദൈവത്തിൻ്റെ ഉദ്ദേശം, പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് പരിജ്ഞാനം പ്രാപിച്ചെടുക്കുക, ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചെടുക്കുക. പരിശുദ്ധാത്മാവാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയാം, പിതാവാം ദൈവമേ, പരിശുദ്ധാത്മാവാൻ ദൈവമേ, എനിക്ക് ജ്ഞാനം തരണം. എൻ്റെ മക്കളെ നിന്റെ പാതയിൽ വളർത്തുവാൻ, കർത്താവിൻ്റെ ബാലശിക്ഷയിൽ വളർത്തുവാൻ, നിന്റെ വചനത്തിൽ വളർത്തുവാൻ എനിക്ക് പരിജ്ഞാനം തരണം. അവരോട് ഇടപെടേണ്ടതുപോലെ ഇടപെടുവാനുള്ള പരിജ്ഞാനം തരണം. എല്ലാ പോഷത്തു നിന്ന് എന്നെ വിടുവിക്കണം. എന്നിലുള്ള ബലഹീനതയിൽ നിന്ന് എന്നെ വിടുവിക്കണം. കർത്താവേ, എൻ്റെ ബലഹീനത എൻ്റെ മക്കളിലേക്ക് വരാതെ വേണം അതിനെ തടയണം. പിന്നെയോ നിന്നിൽ നിന്നുള്ള നന്മകൾ ഒപ്പിയെടുത്ത് എൻ്റെ മക്കളിലേക്ക് പകരുവാൻ എന്നെ സഹായിക്കണം. അവരെ സ്നേഹിപ്പാൻ, യേശുവിൻ്റെ സ്നേഹത്തെ സ്നേഹിപ്പാൻ, അവർക്ക് മാതൃകയാകുവാൻ കർത്താവേ എനിക്ക് കൃപ തരണം എന്ന് പ്രാർത്ഥിക്കണം. വരിക, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളൊക്കെ നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. മക്കളെ ശിക്ഷിച്ചത് തെറ്റുപറ്റിയോ? നിങ്ങളുടെ ദേഷ്യം മുഴുവൻ തീർക്കുവോളം മക്കളെ തല്ലിയോ? ദേഷ്യം തീർക്കുവോളം അവരെ പ്രാഗിയോ? അവരെ ശപിച്ചോ? ആവശ്യമില്ലാത്ത വർത്തമാനമൊക്കെ പറഞ്ഞു? അതൊക്കെ ദൈവത്തോട് പറ, കർത്താവ് എല്ലാ അറിവില്ലായ്മയും ചെയ്തു, എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കണം. അതുമാത്രമല്ല, മക്കളോടും ക്ഷമ ചോദിക്കണം. അത് നിങ്ങൾക്ക് അഭിമാനമായിരിക്കും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ എന്നും ബഹുമാനത്തോടെ ഓർക്കും. നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ മക്കളോട് പറഞ്ഞ് ക്ഷമ ചോദിക്കണം. മക്കളെ, ഞാൻ അറിയാതെ നിന്നെ അങ്ങനെ പ്രാഗിയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് അവരെ അനുഗ്രഹിക്കണം. മക്കളെ, ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിക്കുന്നത് പോലെ എൻ്റെ അരിശം ദേഷ്യം തീരുവോളം ഞാനങ്ങ് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ നിന്നെ വല്ലാതെ തല്ലിയിട്ടുണ്ട്, ബെൽറ്റൂരി തല്ലിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്.
എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ മക്കളോട് ക്ഷമ ചോദിക്കണം. അത് ക്ഷമ ചോദിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ബഹുമാനം അവരെ വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മാത്രമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിലേക്ക് ദൈവം പകരുകയും ചെയ്യും. വരിക, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവേ, അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരുന്ന നിന്റെ മക്കൾക്കായി നന്ദി. കർത്താവേ, മക്കളെ വളർത്തുവാനുള്ള പരിജ്ഞാനം മാതാപിതാക്കളായി നിന്റെ മക്കൾക്ക് കൊടുക്കണമേ കർത്താവേ. അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ മനസ്സിലാക്കി പരിജ്ഞാനത്തോടെ ഇടപെടുവാൻ, പരിജ്ഞാനത്തോടെ ഉപദേശിക്കുവാൻ, കർത്താവിൻ്റെ ബാലശിക്ഷയിൽ അവരെ വളർത്തുവാൻ ദൈവമേ സഹായിക്കണം. കുഞ്ഞുങ്ങൾക്ക് തെറ്റുകൾ ബോധ്യമാക്കി കൊടുത്ത് അവരെ ശിക്ഷിപ്പാൻ അവരെ സഹായിക്കണം. കർത്താവെ, അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന്, പാതാളത്തിൽ നിന്ന് വിടുവിച്ച് നിത്യജീവനിലേക്ക് അവരെ ഒരുക്കുന്നു എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ആ പരിജ്ഞാനത്താൽ നിന്റെ മക്കളെ നിറയ്ക്കണം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ മക്കളെയൊക്കെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ഒരുമിച്ച് കർത്താവെ, നിന്റെ മക്കളിൽ പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ നിന്റെ കരം വെച്ച് അവരെ അനുഗ്രഹിക്കണം. ആ പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, ആ ബുദ്ധിയുടെ ആത്മാവ്, ആ ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ് അവരിൽ വസിക്കട്ടെ. അവരുടെ കുഞ്ഞുങ്ങളെ പരിജ്ഞാനത്തിൽ വളർത്തുവാനുള്ള കൃപ കൊടുക്കണം. പരിജ്ഞാനത്തോട് അവരോട് ഇടപെടുവാനുള്ള കൃപ കൊടുക്കണം. ആ കുഞ്ഞുങ്ങളെ വാത്സല്യിക്കുവാനും ഓമനിക്കുവാനും ഒപ്പം കർത്താവിൻ്റെ ബാലശിക്ഷയിൽ അവരെ വളർത്താനും നീ അവർക്ക് കൃപ കൊടുക്കണം. അതുകൊണ്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പ്രിയപ്പെട്ട നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. കർത്താവ് ഈ പ്രാർത്ഥന ഘട്ടത്തിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.